നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് ആശ്വാസമായി വിജിലൻസ് കോടതി വിധി. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം വേണമെന്ന ഹർജി തള്ളി. നിയമ പോരാട്ടം തുടരുമെന്ന് മാത്യു. സ്വകാര്യ സന്ദർശനത്തിന് മുഖ്യമന്ത്രി ദുബായിലേക്ക് യാത്ര തിരിച്ചു. കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. ഹോസ്റ്റലിന്റെ 6ാം നിലയിൽ നിന്ന് ചാടി മരിച്ചത് മഹാരാഷ്ട്ര സ്വദേശി യോഗേശ്വർ നാഥ്. ആത്മഹത്യയ്ക്ക് മുൻപ് രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ചു. പഠന സമ്മർദ്ദമെന്ന നിഗമനം. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടാൻ ATS. അനസിന്റെ കൂട്ടാളികളുടെ വീടുകളിൽ പോലീസിന്റെയും ATSന്റെയും സംയുക്ത പരിശോധന. മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 2 തോക്കുകളും പണവും പിടിച്ചെടുത്തു. വയനാട്ടിലെ റിസോർട്ടിലും റെയ്ഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ നാളെ 92 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. ഗുജറാത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നാളെ ജനവിധി. കർണാടകത്തിലെ വോട്ടെടുപ്പ് നാളെ അവസാനിക്കും. പ്രധാനമന്ത്രിയുടെ പ്രചാരണം ആന്ധ്രയിൽ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ ആരോപണവുമായി CITU. കൈയടിച്ച് പാസാക്കിയതായി മന്ത്രി പറഞ്ഞത് CITU അംഗീകരിക്കാത്ത ഒത്തുതീർപ്പ്. മാവേലിക്കരയിൽ സജ്ജമായ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് മന്ത്രിയുടെ ബന്ധുവിന്റേതെന്ന് ഗുരുതര ആരോപണം. ഡ്രൈവിംഗ് സ്കൂൾ സമരം തുടരുന്നു. LDFിലെ ചെറു പാർട്ടികളുടെ ലയനത്തിനായി സജീവ ചർച്ച. JDS, NCP, കേരള കോൺഗ്രസ് B, RSP, ലെനിനിസ്റ്റ് പാർട്ടികൾ യോജിക്കാൻ ഒരുങ്ങുന്നു. ദേശീയ നേതൃത്വവുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ JDS. മാസപ്പടിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമില്ല. ഇങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ വാദം അവസാനിച്ചിരുന്നു. ചില തെളിവുകൾ വേണമെന്ന് വിജിലൻസ് കോടതി അവസാനം മാത്യു കുഴൽനാടനോട് ചോദിച്ചിരുന്നു. CMRL കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വഴിവിട്ട് സഹായം നൽകുവാൻ ശ്രമിച്ചു എന്ന് മാത്യു കുഴൽനാടൻ കോടതിയിൽ പറഞ്ഞിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള രേഖകൾ മാത്യു കുഴൽനാടൻ നൽകിയിരുന്നു. പക്ഷേ ഈ രേഖകൾ കോടതി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിജിലൻസ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ഹർജി തള്ളിയത്. ലാവലിൻ പോലെ കള്ളക്കേസ് എന്ന് തെളിഞ്ഞെന്നാണ് CPMന്റെ പ്രതികരണം. ഹർജി സമർപ്പിക്കപ്പെട്ടത് മുതൽ കോടതി ആവർത്തിച്ച് ഉന്നയിച്ച ചോദ്യം KMMലും CMRലും തമ്മിലുള്ള ബന്ധമെന്താണ്, ഇത് തെളിയിക്കുന്ന രേഖകൾ എന്താണ്, ഇത് ഹാജരാക്കാൻ ഹർജിക്കാരനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തുടർച്ചയായി കേസ് പരിഗണിച്ചപ്പോഴൊക്കെയും കൂടുതൽ രേഖകൾ ഹാജരാക്കുന്നതിന് സമയം ആവശ്യപ്പെടുകയായിരുന്നു മാത്യു കുഴൽനാടൻ ചെയ്തത്. ഏറ്റവും ഒടുവിൽ 5 രേഖകൾ ഹാജരാക്കി. കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിംഗ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവ്, KREMLന് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ്, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിംഗ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, KREMLന് മുഖ്യമന്ത്രി നൽകിയ അപേക്ഷ, ഭൂമിയിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ അപേക്ഷ, ഈ രേഖകളൊക്കെയുമാണ് ഹർജിക്കാരൻ ഹാജരാക്കിയത്. എന്നാൽ വീണ്ടും KMMലും CMRലും തമ്മിലുള്ള ബന്ധമെന്ത്, ഇവർക്കിടയിൽ കരിമണൽ നീക്കുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചോ നടന്ന കാര്യങ്ങൾ, ഇത് ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വീണ്ടും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹർജിക്കാരന് പര്യാപ്തമായ രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹർജി തള്ളിക്കൊണ്ടുള്ള നടപടി വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതും. ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ്. ഈ ഹർജി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മാത്യുവിന്റെ ചിന്നക്കനാലിലെ റിസോർട്ടിനെതിരെ നടപടികൾ, അത് പ്രതികാര നടപടികളാണ് എന്ന തരത്തിലുള്ള ആരോപണം. ഒരുപക്ഷെ ഈ ഹർജി കോടതിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ ആരോപണം മാത്യു ഉന്നയിക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള പ്രതികാര നടപടി തുടങ്ങിയെന്ന ആക്ഷേപവും ആരോപണവും ഒരു വശത്ത് ഉയർന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഈ കേസ് ഇങ്ങനെ തള്ളിപ്പോകുമ്പോൾ അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതേസമയം
കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഇതേ വിഷയത്തിൽ തുടരുകയാണ്. SFIO, ആദായ നികുതി വകുപ്പ്, ED തുടങ്ങി വിവിധ ഏജൻസികളാണ് ഈ 1,73,00,000 രൂപയുടെ കേസ് അല്ലെങ്കിൽ അത് ഇടപാട് സംബന്ധിച്ച കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്ക് ആശ്വാസമാകുന്ന വിധിയാണ് ഇന്ന് വിജിലൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRലും തമ്മിലുള്ള കരാറിൽ ഇതിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി, ഇതിന് സഹായം കിട്ടുന്നതിന് വേണ്ടി CMRL കമ്പനിക്ക് അനധികൃതമായ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തു. കരിമണൽ ഖനനത്തിനുള്ള അനുമതി കിട്ടുന്നതിനായുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ MLAയുടെ ആരോപണം. ഇതിന് ആവശ്യമായ രേഖകളാണ് മാത്യു കുഴൽനാടൻ കോടതിയിൽ നൽകിയത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ വിജിലൻസ് കോടതി തയ്യാറായില്ല. അതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന ഈ സമയത്ത് വിജിലൻസിന്റെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ ഉണ്ടാവുകയില്ല. എന്നാൽ നിയമ നടപടികൾ ഇക്കാര്യത്തിൽ തുടരുമെന്നാണ് മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചത്. ഈ CMRലിനെ ക്രമവിരുദ്ധമായിട്ട് സർക്കാർ സഹായം ചെയ്തു തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ അക്കോർഡിംഗ് ടു മീ എന്നെ സംബന്ധിച്ച് ദാറ്റ് ഇസ് മോർ ദാൻ സഫീഷ്യന്റ് ഫോർ എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ് എന്റെ വ്യൂ. അതാണ് ഞാൻ കോടതി പറഞ്ഞത്. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കോടതിയുടെ വ്യൂ എന്താണെന്ന് ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് അതായത് താങ്കൾ ആദ്യം വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു പറഞ്ഞത്, പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന നിലപാടിലേക്ക് മാറി. അത്തരത്തിലെ അവ്യക്തത ഇല്ലില്ല. ബോർഡ് ഡസന്റ് മേക്ക് മച്ച് ഡിഫറൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നു. ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. കാരണം നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രം വേണ്ട ഡോക്യുമെന്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ വാദങ്ങളും കോടതി സ്റ്റാൻഡ് ചെയ്തില്ല എന്നല്ല ഇപ്പോഴത്തെ വിധി മനസ്സിലായി. അതെ. അപ്പൊ ഇനി എന്താണ് ഞാൻ വിധി പഠിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗം ഇക്കാര്യത്തിൽ ക്ലിയർ ആയിരുന്നു എന്ന് കോടതി വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. കോടതി വിധി ഞാനും നിങ്ങളും വായിച്ചില്ലല്ലോ. ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ച ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. CPMന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ലാവ്ലിൻ കേസ് പോലെയാണ് മാസപ്പടി കേസ് എന്നതാണ്. മാത്യു കുഴൽനാടന് ഈ വിഷയത്തിൽ എത്തിക്സ് ഇല്ലെന്നാണ് ഹർജി തള്ളിയത് വ്യക്തമാക്കുന്നതെന്ന് AK ബാലൻ പ്രതികരിച്ചു. ലാവ്ലിൻ കേസ് പോലെയായി എന്നുള്ള പ്രചാരണമാണ് CPM നൽകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കുഴൽനാടനൊപ്പം നിൽക്കില്ലെന്നും AK ബാലൻ പറഞ്ഞു. ഏത് പാർട്ടിക്കാണ് കൊടുത്തത്? ഏതാളുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇത് എന്തായാലും SFIO അന്വേഷിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ. ഞങ്ങൾക്കിതിൽ യാതൊരു പ്രശ്നവും. അപ്പം വിജിലൻസ് ഇപ്പം നിൽക്കില്ല എന്നുള്ളത് വന്നു. ആൾറെഡി ഒരു വിധി ഉണ്ടായി. ഇപ്പം രണ്ടാമത് വിധിയും വന്നു. ഇനി ഏത് കേസുമായിട്ട് വരും നടന്നോട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇത് ഉള്ളി പൊളിച്ചതുപോലെ ആയിരിക്കും, ലാവ്ലിൻ പോലെയായിരിക്കും. ലാവ്ലിൻ്റെ കേസ് എന്തായിരുന്നു ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിൻ്റെ ഫലം അവർ അനുഭവിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും വേണ്ട. മാത്യു കുഴൽനാടൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ് തെറ്റുപറ്റിയാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും മാപ്പ് പറയണം. എത്ര കാലമായിരുന്നു ഒരു വീട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ഏത് രൂപത്തിലുള്ള അപമാനിക്കലാണ്? എത്ര വിഷമതിയാണ് ആ കുടുംബത്തിലുണ്ടാകുന്നത്? തിരിച്ചും മറിച്ചും കേസ് കൊടുക്കുക. ഒരേ കേസ് തന്നെ ഒരു കോടതി കൊടുക്കുക, അതിന് ആ കോടതി അല്ലെങ്കിൽ വേറെ കോടതി കൊടുക്കുക. എന്ത് രാഷ്ട്രീയ പ്രവർത്തനം ഇതൊക്കെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ, മുഖ്യമന്ത്രിന് മറുപടി പറയേണ്ടതില്ല, മറുപടി പറയുന്നില്ല, മനസ്സില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. കുഴൽനാടന് ധാർമ്മികതയില്ല എന്നാണ് AK ബാലന്റെ പ്രതികരണം. 3 രാജ്യങ്ങളിലേക്കുള്ള സ്വകാര്യ സന്ദർശനത്തിനു വേണ്ടി മുഖ്യമന്ത്രി യാത്ര തിരിച്ച ദിവസമാണ് ആശ്വാസമായി വിജിലൻസ് കോടതി വിധിയും എത്തിയത്. ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും യാത്ര. 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 19 മുതൽ 21 വരെ UAEയിലുമാണ് മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശനം നടത്തുക. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ T വീണയും ഉണ്ട്. ഇന്നലെയാണ് യാത്രയ്ക്ക് കേന്ദ്ര അനുമതി കിട്ടിയത്. ഔദ്യോഗിക യാത്രയല്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതേക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെയും സംഘത്തെയും പൂട്ടാനുറച്ചിരിക്കുകയാണ് ATS. നേരത്തെ ന്യൂസ് 18 ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്.
പെരുമ്പാവൂർ അനസിനെ കുറിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ ചുവട് പിടിച്ചാണ് ATSന്റെയും സംസ്ഥാന പോലീസിന്റെയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളികളുടെ വീടുകളിലും റിസോർട്ടുകളിലും ATSും പോലീസും സംയുക്ത പരിശോധന നടത്തിയത്. ആലുവയിൽ പരിശോധനയുണ്ടായിരുന്നു, ആലുവയ്ക്ക് സമീപമുള്ള മാഞ്ഞാലിയിൽ പരിശോധനയുണ്ടായിരുന്നു, വയനാട്ടിലെ റിസോർട്ടിലും പരിശോധന നടന്നു. മാഞ്ഞാലി സ്വദേശി റിയാസിന്റെ വീട്ടിൽ നിന്ന് 2 തോക്കുകളും പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18ന്റെ ബിഗ് ഇമ്പാക്റ്റ് ആണിത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്ത് ടേണിംഗ് പോയിന്റ് ആണ് ഈ അന്വേഷണത്തിൽ വന്നിട്ടുള്ളത്? പെരുമ്പാവൂർ അനസ് ഇപ്പോഴും ഗൾഫിൽ തുടരുകയാണല്ലോ അല്ലേ? മഞ്ജുഷ്, കൊച്ചി അധോലോകത്തെ കുറിച്ചുള്ള ന്യൂസ് 18 വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ ഈ കേസിന്റെ അന്വേഷണം ATSും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും പോലീസും ഏറ്റെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി, അതായത് കൊച്ചിയിലെ ഗുണ്ടാ നേതാവായ, അതായത് പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്ന ഔറംഗസേബ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് നമ്മൾ ഈ കൊച്ചിയിലെ അധോലോകത്തെ കുറിച്ചുള്ള അന്വേഷണ പരമ്പര നടത്തിയത്. ഇതിന് പിന്നാലെ പെരുമ്പാവൂർ അനസിനെയും അതോടൊപ്പം അനസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനസിന്റെ കൂട്ടാളികളെയും കേന്ദ്രീകരിച്ച് ATS വിശദമായ അന്വേഷണം നടത്തി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, അതായത് 2 ആഴ്ചയ്ക്ക് മുൻപ് ഔറംഗസേബിനെ വിശദമായി ചോദ്യം ചെയ്തു. ഔറംഗസേബിനെ ATSും കൊച്ചി സിറ്റി പോലീസും ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ, തൊട്ട് പിന്നാലെ തന്നെ പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ട് വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കേസും രജിസ്റ്റർ ചെയ്തതാണ്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് മറ്റ് തിരക്കുകളുള്ളതുകൊണ്ട് പോലീസ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് പിന്നാലെയാണ് ഈ കൊച്ചി അധോലോകത്തെക്കുറിച്ചും പെരുമ്പാവൂർ അനസിനെ കുറിച്ചും കൊച്ചി സിറ്റി പോലീസും ആലുവ പോലീസും വിശദമായ അന്വേഷണം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ അനസിന്റെയും സംഘാംഗങ്ങളുടെയും വീടുകളില് പോലീസും ATSും സംയുക്തമായി റെയ്ഡ് നടത്തുകയാണ്. അത് പെരുമ്പാവൂർ, ആലുവ, മാഞ്ഞാലി എന്നിവിടങ്ങളിലും വയനാട് കൽപ്പറ്റയിലെ ഒരു റിസോർട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. അതിൽ മാഞ്ഞാലിയിലെ ഈ അനസിന്റെ വിശ്വസ്തനായിരുന്ന മാഞ്ഞാലി സ്വദേശിയായ റിയാസിന്റെ വീട്ടിൽ നിന്ന് 2 തോക്കുകളും പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. അനസിന്റെ വിശ്വസ്തനായ മറ്റൊരു ഷാജി പാപ്പൻ എന്ന് വിളിക്കുന്ന ഷാജിയുടെ വീട്ടിലും പരിശോധന നടത്തി. ഏതാനും ഗുണ്ടകളുടെ, പെരുമ്പാവൂർ, ആലുവ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഗുണ്ടാ നേതാക്കന്മാരുടെയും മറ്റു ഗുണ്ടാ സംഘാംഗങ്ങളുടെയും വീടുകളിലും ഇപ്പോൾ ATSും പോലീസും രഹസ്യ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും പണവും മറ്റായുധങ്ങളും പിടിച്ചെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ അനസ് വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ടും വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അനസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരുടെയെങ്കിലും അറസ്റ്റിലേക്ക് കടക്കുന്നുണ്ടോ ATS? അതേക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഏതെങ്കിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഈ റിയാസ് എന്നയാൾ മാഞ്ഞാലി സ്വദേശി എവിടെയാണ് എന്നുള്ള വിവരമുണ്ടോ? മഞ്ജുഷ്, ഇതിന് ഏറ്റവും പ്രധാനമായും പെരുമ്പാവൂർ അനസ് ആയുധങ്ങൾ, തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചിട്ടുണ്ട് എന്നതിന്റെ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ അനസ് വിദേശത്തേക്ക് വ്യാജ പാസ്പോർട്ടിൽ കടന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ സഹിതം വ്യാജ രേഖകളടക്കം നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ഇക്കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനുശേഷം ഈ അനസിന്റെ വിശ്വസ്തനാരാണ് അത് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനമായും പോലീസും ATSും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെയൊക്കെ വീടുകൾ റെയ്ഡ് നടക്കുന്നത്. അനസ് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരുന്ന, അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന തോക്കുകൾ, 3 തോക്കുകൾ 2 എണ്ണം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. 3ാമത്തെ തോക്ക് കൽപ്പറ്റയിലെ ഒരു റിസോർട്ടിലുണ്ട് എന്ന രഹസ്യം വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൽപ്പറ്റയിലെ റിസോർട്ട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ റെയ്ഡില് എന്തൊക്കെ കാര്യങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊരു വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വൈകിട്ടോടുകൂടി മാത്രമേ പൂർണ്ണമായും പുറത്തുവിടാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസും ATSും വ്യക്തമാക്കി. എന്തായാലും വൈകിട്ടോടുകൂടി ഈ റെയ്ഡും അതേ തുടർന്നുള്ള മറ്റു നടപടികളിലും ഒരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. എന്തായാലും അതിവേഗത്തിലാണ് ATSന്റെയും പോലീസിന്റെയും നീക്കങ്ങൾ. പെരുമ്പാവൂർ അനസിന്റെയും സംഘാംഗത്തെയും പൂട്ടുക, അത് തന്നെയാണ്, ആ ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ റെയ്ഡും മറ്റ് നടപടികളും നടക്കുന്നത്. മഞ്ജുഷ, ശരി ടോം. എന്തായാലും ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയുടെ ചുവട് പിടിച്ചുള്ള അന്വേഷണം തുടരുകയാണ് ATSും സംസ്ഥാന പോലീസും. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം പനമ്പള്ളി നഗറിൽ അമ്മ കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. പുല്ലേപ്പടി ശ്മശാനത്തിൽ നടന്ന സംസ്കാരത്തിന് കൊച്ചി കോർപ്പറേഷനും സിറ്റി പോലീസുമാണ് മുൻകൈയെടുത്തത്. ഇന്ന് രാവിലെയാണ് പനമ്പള്ളി നഗറിൽ അമ്മ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. രാവിലെ പുല്ലേപ്പടി ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്.
കൊച്ചിൻ കോർപ്പറേഷൻ്റെയും അതോടൊപ്പം തന്നെ സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ചടങ്ങുകൾ നടന്നത്. ഇതിനു വേണ്ടിയുള്ള ഒരു അനുമതി കഴിഞ്ഞ ദിവസം തന്നെ കോർപ്പറേഷൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് കുട്ടിയുടെ മാതാവിനോടും അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളോടും പോലീസ് തേടിയിരുന്നു. ആ അനുമതി പത്രം ലഭിച്ച ശേഷമാണ് ഈ ചടങ്ങുകളിലേക്ക് കടക്കാൻ, കാരണം കുട്ടിയുടെ സംസ്കാരം നടത്തേണ്ടതുണ്ട്, ആ ചടങ്ങുകളിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ അതനുസരിച്ചുള്ള ചടങ്ങുകൾ നടന്നു. പുരപ്പടി ശ്മശാനത്തിൽ കൊച്ചി കോർപ്പറേഷൻ മേയർ കൂടിയായ മേയർ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാറാണ് കുട്ടിയുടെ ശരീരമടങ്ങിയ ശവപേടകം ഏറ്റുവാങ്ങിയത്. ഇതിനുശേഷം അവിടെ മറവ് ചെയ്യുകയായിരുന്നു. DCP അടക്കം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ വൈകാരികമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് അവിടെ കടന്നുപോയത്. കാരണം എല്ലാവരിലും ഈ സംഭവം വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്നതായിരുന്നു. ഇനി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രീതിയും കാര്യങ്ങളും വലിച്ചെറിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു സംഭവം തന്നെ എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും നൊമ്പരമായിട്ട് തന്നെ അവശേഷിച്ചിരുന്നു. ജനിച്ച ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിലാണ് ഈ കുട്ടി കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് ഈ സംഭവങ്ങൾ ഈ നഗരവാസികൾ, കൊച്ചി നഗരത്തിൽ തന്നെയും വലിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്ന ആ ഒരു ഓർമ്മയായിട്ട് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഈ വിവരം അറിഞ്ഞെത്തിയ പലരും, ആ ചുറ്റുപാടുള്ള പലരും തന്നെ ഇവിടേക്ക് വന്നിരുന്നു. മേയർ ഉൾപ്പെടെയുള്ളവർ കുട്ടിയുടെ ഈ പേടകത്തിൽ അതിൽ റോസാപ്പൂക്കൾ അർപ്പിച്ചു. അതിനുശേഷമാണ് അവിടെ സംസ്കാര ചടങ്ങുകളടക്കം നടത്തുകയും ചെയ്തത്. ഈ കേസിൽ ഇപ്പോഴും തന്നെ ഈ കുട്ടിയുടെ അമ്മ പോലീസ് കസ്റ്റഡിയിൽ, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, ആശുപത്രിയിൽ തുടരുകയാണ്. 14 ദിവസത്തേക്ക് ആണ് അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ മാസം 18 വരെയാണ് സമയം. ഇവരുടെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക എന്നറിഞ്ഞിട്ടുണ്ട്. ഈ കേസ് സംബന്ധിയായ കാര്യങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സംസ്കാരം നടത്തിയ കുട്ടികളുടെ DNA സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് കേസിൻ്റെ തുടർന്നുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാമ്പിളുകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. കേസിനെക്കുറിച്ച് ഇനിയും ഉള്ള ഒരു ദുരൂഹത മറന്നേക്കണമെങ്കിൽ ഈ കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ അടക്കം നൽകും. ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണ്. പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധ മൂലം ഇവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കോഴിക്കോട് NITയിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. മുംബൈ സ്വദേശി യോഗേശ്വർ നാഥാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. പഠനത്തിലെ സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് യോഗേശ്വർ നാഥ്. പരീക്ഷ അവസാനിച്ച ദിവസമാണ് ആത്മഹത്യ. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. NITയിലെ 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുംബൈ സ്വദേശി യോഗേശ്വർ നാഥാണ് മെഗാ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ C ബ്ലോക്കിൻ്റെ 7ാം നിലയിൽ നിന്നും താഴേക്ക് ചാടിയത്. ഉടൻ തന്നെ ഹോസ്റ്റൽ അധികൃതർ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അടുത്തിടെയായിരുന്നു BTech പരീക്ഷകൾ യോഗേശ്വർ നാഥിൻ്റെ പൂർത്തിയായത്. ഈ പരീക്ഷകൾ വലിയ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞതായി വിവരങ്ങളുണ്ട്. ഇതിനുശേഷം വീട്ടുകാർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് താൻ ജീവൻ ഒടുക്കുകയാണെന്ന് മെസ്സേജ് അയച്ച ശേഷമാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് യോഗേശ്വർ മരണം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, ഇതിനു പിന്നിൽ ഈ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റും ഈ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നു. എന്തായാലും മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളും ആണ് ആദ്യം കൈക്കൊള്ളുക. യോഗേശ്വറിൻ്റെ മുറി തുറന്ന് മുറിയിലുള്ള വസ്തുക്കളടക്കമുള്ളവ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നും അറിയിച്ചിരുന്നു. നേരത്തെ ഈ കഴിഞ്ഞ ഏതാണ്ട് 5-8 മാസത്തിനിടയ്ക്ക് 4 വിദ്യാർത്ഥികളോളം NIT ക്യാമ്പസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. വലിയ വിദ്യാർത്ഥി പ്രതിഷേധവുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തതാണ്. എന്തായാലും യോഗേശ്വർ നാഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തികച്ചും വ്യക്തിപരമായ കാരണമാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ മരണത്തിൽ എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കും എന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ അപകടത്തിൽ ഒരു മരണം. സ്മാർട്ട് സിറ്റി കെട്ടിടത്തിന് പെയിന്റ് അടിക്കാൻ സ്ഥാപിച്ച ഫ്രെയിം തകർന്നു വീടുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത്. ബീഹാർ സ്വദേശിയായ ഉത്തം ആണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും.
ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിക്കുള്ളിലുള്ള ലുലു ഗ്രൂപ്പിന്റെ ഒരു കെട്ടിടത്തിൽ 21 നില കെട്ടിടത്തിന്റെ പണികൾ നടക്കുകയായിരുന്നു. ഏകദേശം അത് പൂർണ്ണമാകാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു ബാക്കി. അതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടം ഇവിടെ ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കോവണി, അതിൽ കയറി നിന്നായിരുന്നു ഈ ജീവനക്കാർ ഈ പെയിന്റ് അടിക്കൽ പോലുള്ള അവസാനഘട്ട പണികൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലായിരുന്നു ഈ കോവണിയിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്ക്രൂകൾ ഉപയോഗിച്ചാണ്. സ്ക്രൂകൾ കണക്ട് ചെയ്തിട്ടായിരുന്നു ഈ കോവണി നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ സാധ്യത, അതായത് പോലീസ് പറയുന്നത് ഒന്നെങ്കിൽ ഈ കോവണിയുടെ അടി തെറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രൂവിൽ ഉണ്ടായ സ്ക്രൂ പോകുന്ന ഒരു സാഹചര്യം, ഇങ്ങനെയാണ് ഈ കോവണി തകർന്നു വീഴാൻ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ മുകളിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവ സമയത്ത് 5 പേരുണ്ടായിരുന്നു. അതിലൊന്ന് സൂപ്പർവൈസർ പുറത്തുനിന്ന് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ബാക്കി 4 പേരും ഈ കോവണിയുടെ മുകളിലായിരുന്നു. അതിൽ ഈ കോവണി തകർന്നു വീഴുകയും പിന്നീട് ഇതിന്റെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം, ഈ 4 ജീവനക്കാരും ഇതിന്റെ കോവണിയുടെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി ഈ കോവണി മുറിച്ച്, ഈ അകപ്പെട്ടവരെ മുറിച്ചാണ് പുറത്തേക്ക് കടത്തിയത്. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഈ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. ഈ അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണമായിരിക്കും ഈ ഒരു കോവണി തകർന്ന് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ലുലു ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു കെട്ടിടമാണ് ഇത്. ഇതിന്റെ ഉള്ളിൽ IT സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. 21 നില കെട്ടിടമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാനഘട്ട പണികളിലായിരുന്നു, അവസാന പെയിന്റിംഗ് അടക്കമുള്ള പണികൾ മാത്രമായിരുന്നു പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. ഈ ബാക്കിയുള്ള ജീവനക്കാരും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റൊരു ഭാഗത്ത് നിന്ന് അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അപ്പോഴാണ് ഈ പുറത്ത് ഈ എൻട്രൻസ്, അതായത് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന പെയിന്റ് അടിക്കുന്നതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടമുണ്ടായി ഒരാളുടെ മരണത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അടൂർ തെങ്ങമത്ത് അരളിച്ചെടിയുടെ ഇല തിന്ന് പശുവും കിടാവും ചത്തു. വലിയ തോതിൽ അരളിച്ചെടി പശുവിന്റെ ഉള്ളിൽ ചെന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിരിക്കുന്നത്. ശശി നാരായണൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശശി, ഇക്കാര്യം അപ്പോൾ സ്ഥിരീകരിച്ച കാര്യമാണല്ലേ? മഞ്ജുഷ, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം തെങ്ങമ സ്വദേശി പങ്കജവല്ലിയുടെ പശുവും കിടാവുമാണ് ഈ അരളിച്ചെടിയുടെ ഇല തിന്ന് ചത്തത്. ഈ ശനിയാഴ്ചയാണ് ഈ പശുവിന് ഇത്ര ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായത്. തുടർന്ന് ഇവര് മൃഗാശുപത്രിയിൽ പോവുകയും ഡോക്ടറെ കാണുകയും മരുന്ന് നൽകുകയൊക്കെ ചെയ്തു, കുത്തിവെപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് ഭേദമാകാത്തതിനെ തുടർന്ന് ഈ ആർച്ചയായി പശു ചാകുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തായാലും അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ അരളിച്ചിലയുടെ ഇല പശുവിനെ തിന്നതായി കണ്ടെത്തിക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരം തെളിയുകയും ചെയ്തു. കാരണം വീടിന് സമീപമുള്ള അരളിച്ചെടി ഈ പശുവിന്റെ ഉടമ കൊടുത്തിരുന്നതായിരുന്നു. അത് വെട്ടി ആരോ കൊണ്ട് കളഞ്ഞിരുന്നത് എടുത്ത് പശുവിന് തീറ്റയായി കൊടുത്തിരുന്നു എന്നും സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും അത് വലിയ തോതിൽ പശുവിന്റെ ആമാശയത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് അത് ഇദ്ദേഹമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും അരളിയുടെ ഇല തിന്ന് തന്നെയാണ് പശുവും കിടാവും എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചിരിക്കുന്നു. അത് വലിയ രീതിയിലാണ്. അപ്പോൾ ഇത് സമീപകാലത്ത് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തേക്ക് അതിൽ പോകുന്ന പെൺകുട്ടി മരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായതിന്റെ വലിയൊരു ഭീതി കൂടി ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വ്യാപകമായി ചെടി ഇപ്പോൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ അയൽവാസികൾ ആരും വെട്ടിയിട്ട ചെടി പറയ്ക്കുകയാണ്. അതിനിടെയാണ് ഈ പശുവിനെ കൊണ്ട് കൊടുക്കുകയും അത് തിന്ന് പശു ചാകാനുള്ള കണ്ടീഷൻ. ശരി. പശുവും കിടാവും അരളിച്ചെടിയുടെ ഇല തിന്നാണ് ചത്തത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധമുണ്ട്. തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങി സംസ്ഥാനത്തിന്റെ പലയിടത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചതോടെ ടെസ്റ്റ് മുടങ്ങിയിട്ടുമുണ്ട്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന്റെ മുന്നിൽ സമരപ്പന്തൽ കെട്ടിയാണ് പ്രതിഷേധം നടക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ തൊഴിലാളി സംഘടനകളുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും പ്രതിഷേധം വ്യാപകമായതിന് പിന്നാലെ ആ നടപടികളിൽ ചില വിട്ടുവീഴ്ചകൾ വരുത്തിക്കൊണ്ട് സർക്കാർ ഓർഡർ ഇറക്കിയിരുന്നു. പക്ഷേ ആ സർക്കുലർ അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് മുട്ടത്തറയിലടക്കം വ്യാപകമായ പ്രതിഷേധമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടത്തറയിലെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ സമരപ്പന്തൽ കെട്ടിയാണ്
ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. അവർക്ക് പിന്തുണയുമായി തൊഴിലാളി സംഘടനകളുമുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലാത്ത നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 3 മാസത്തെ സാവകാശം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ തങ്ങൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കിയെടുക്കാൻ 3 മാസം മതിയാവില്ല എന്ന നിലപാടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കുള്ളത്. എന്തായാലും ആ പ്രതിഷേധം ശക്തമാകുന്ന ഒരു വലിയ സാഹചര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും പ്രതിഷേധം ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം? ന്യായമായിട്ടൊന്നും അവർ ചെയ്തു തന്നിട്ടില്ല. നമ്മുടെ അവകാശങ്ങൾ അവർ മാക്സിമം അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിൽ അവർ വന്നുകൊണ്ടിരിക്കുക. അല്ലെ, 3 മാസത്തെ സാവകാശം നൽകിയിട്ടില്ല. അതാ നിയമപരമായിട്ട് ആർക്ക് റെക്കോർഡിക്കലായിട്ട് ആരും തന്നിട്ടില്ല. പിന്നെ 3 മാസം കഴിഞ്ഞ പിന്നെ നമ്മൾ വീണ്ടും അപ്പോഴും സമരത്തിന് വീണ്ടും ഇറങ്ങേണ്ടി വരത്തില്ലേ? ഇതിനൊരു അതിനകത്ത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ അവർ കണ്ടെത്തേണ്ടത്. അതിന് പകരം അവർ 3 മാസം കഴിഞ്ഞ് ക്യാമറ വയ്ക്കാം, 6 മാസം കഴിഞ്ഞ് പുതിയ വണ്ടി മാറ്റാം. ഞങ്ങൾക്ക് 60 ദിവസത്തെ ടെസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ട് കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടികൾക്ക് ടെസ്റ്റിന് കയറാൻ ഡേറ്റ് കിട്ടുന്നില്ല. ഒരൊറ്റ സ്കൂളുകാർക്ക് ഒരൊറ്റ ആൾക്കാർക്ക് അതിനകത്ത് അക്ഷയ വഴിയോ ഒന്നും ഡേറ്റ് കിട്ടുന്നില്ല. ആർടി ഓഫീസിൽ നിന്ന് 20 പേർക്ക് ഇന്ന് ടെസ്റ്റ് ഡേറ്റ് ഇവിടെ വിളിച്ചു. അതെങ്ങനെ കിട്ടിയെന്നോ ഞങ്ങൾക്ക് അറിയണം. അല്ല, ഇത് ഈ സംഖ്യയിലടക്കം, അതായത് ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വാഹനങ്ങളുടെ ഈ സംഖ്യയിലടക്കം ഒരു കുറവ് വരുത്തിയിരുന്നല്ലോ എത്ര പേർക്ക്. പക്ഷെ അത് പോലും നിങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണോ? അംഗീകരിക്കാൻ പറ്റൂല. അത് എന്തുകൊണ്ടാണ്? അത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം ഒത്തീർപ്പാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമല്ലോ. ഒത്തീർപ്പാക്കി വരട്ടെ, ഞങ്ങൾ പറഞ്ഞ രീതിയിൽ വരട്ടെ. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന ലൈസൻസ് ഇതെല്ലാം എന്ത് ചെയ്യും? എങ്ങനെ കൊടുക്കും? തോറ്റ കുട്ടികൾക്ക് പോലും ഡേറ്റ് ഉണ്ടല്ലോ. ടെസ്റ്റിന് കയറാൻ കിടക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾ നിൽപ്പുണ്ട്. അവരെന്ത് ചെയ്യും? അപ്പൊ ഈ 30-40 പേരൊക്കെ പറ്റൂല. എത്ര മാസം കൊണ്ട് ഒരു ടെസ്റ്റ് നടത്തും? 40 പേര് വെച്ച് ഉദ്യോഗസ്ഥരെ കൂടുതൽ ടെസ്റ്റ് ഇവിടെ നടത്തണം. അതാണ് ആവശ്യം. ഒരു ഉദ്യോഗസ്ഥരെ ഇവിടെ നിർത്താൻ ഞങ്ങളാരും പറയുന്നില്ല. ഉദ്യോഗസ്ഥരെ കൂടുതൽ ഇടണം. ഉദ്യോഗസ്ഥന്മാരെ ഇടാൻ പറ. ഇവിടെ 1-2 ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടിട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇടണം. ഈ വലിയ കനത്ത ചൂടാണ്, അതിനിടയിൽ എങ്ങനെ? നമുക്ക് ഒന്നുമല്ല. നമ്മൾ ഈ ചൂട് കൊണ്ട് മരിച്ചാലും നമ്മൾ ഇവിടെ നിന്ന് പോകൂല. ഞങ്ങൾക്കുള്ള നീതി കിട്ടിയേ ഞങ്ങൾ പോകും. നിങ്ങളുടെ യൂണിയന്റെ പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അല്ല, ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. എന്നിട്ട് ആ സമയത്ത് അവർ പറഞ്ഞത് ഞാൻ പറയും നിങ്ങൾ കേൾക്കണം. ഞങ്ങൾക്ക് അവിടെ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശം അവർ കൊടുത്തിട്ടില്ല. ഞാൻ പറയും നിങ്ങൾ കേൾക്കണം. അതാണ് അന്ന് മുഖ്യമന്ത്രി അല്ല, ഈ കാര്യത്തിൽ എന്താണ് ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ നടപടി എങ്ങനെ വേണമെന്നാണ് ആവശ്യം? പഴയ രീതിയിൽ വരണം. ഡ്യുവൽ ക്ലച്ച് ഇല്ലാത്ത വാഹനത്തിൽ വണ്ടി ഓടിക്കണമെന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം 30 ദിവസം അല്ലെങ്കിൽ 35 ദിവസം പിള്ളേരെ പഠിച്ചിട്ട് ഡ്യുവൽ ക്ലച്ച് ഇല്ലാത്ത വണ്ടിയിൽ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്ക് ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് അതിന് മറുപടി പറയും? ഉദ്യോഗസ്ഥർ നമുക്ക് അതിനുള്ള മറുപടി പറയുമോ? അപ്പൊ അല്ലെങ്കിൽ അവർ ഡ്രൈവിംഗ് സ്കൂൾ അവിടുന്ന് MDSന്റെ ഭാഗത്തുനിന്ന് അവര് വണ്ടി ഇറക്കിയിടണം. എന്തായാലും യൂണിയനുകളുടെ അടക്കം പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുകയും ഈ പരിഷ്കാരത്തിലെ അപ്രായോഗികമായ നടപടികൾ മാറ്റാൻ തയ്യാറാകുകയും ചെയ്യുന്നതുവരെ ഈ പ്രതിഷേധം കനത്ത ചൂടിനിടയിലും മുട്ടത്തറയിലെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിന് മുമ്പിൽ തുടരുമെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അതേസമയം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തിൽ നിന്ന് CITU പിന്മാറിയിട്ടുണ്ട്. പക്ഷേ CITU ഗുരുതരമായ ആരോപണങ്ങളാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം വന്നത്. ഈ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ CITU കൈയടിച്ച് പാസാക്കി എന്ന് മന്ത്രി പറയുന്നത് തെറ്റാണെന്നാണ് യൂണിയൻ ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത്. അവരുടെ പ്രതികരണത്തിലേക്ക്. അതേസമയം തന്നെ ഈ സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് CITU പറയുന്നുണ്ട്. പക്ഷേ സമരത്തിൽ നിന്ന് CITU പിന്മാറിയിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. നമ്മളെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഞാൻ മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. RT ഓഫീസുകളാണ്, മോട്ടോർ വാഹന വകുപ്പാണ് സജ്ജമാക്കേണ്ടത്. അത് ഇനി ഒരിക്കലും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ സജ്ജമാക്കില്ല എന്ന് CITU സംഘടനയിലുള്ള സ്കൂളുകാർ സജ്ജമാക്കില്ല തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ നിലവില് അവർ 2 മാസം സമയം വെച്ച് ഇത് ഒരു ഐറ്റം മാറ്റിയത് അതുകൊണ്ടാണ്. ആ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും തീരുമാനം പഴയ തീരുമാനമാണ്. മോട്ടോർ വാഹന വകുപ്പ് സജ്ജമാക്കണമെങ്കിൽ മാത്രമാണ് അതിന് നമ്മുടെ സംഘടന അംഗീകരിക്കുന്നത്. പിന്നെ ഇന്ന് പെട്ടെന്നൊരു ചർച്ച വിളിക്കാൻ കാരണം ഈ മെയ് 23 നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചത്, ഇളവര കരീമിനെ ചർച്ചയ്ക്ക് വിളിച്ചത് ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. പക്ഷെ ഗതാഗത മന്ത്രി ഇന്നലെ നിങ്ങളെല്ലാം കണ്ടു കാണും, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയായി വന്നു. CITU ഉൾപ്പെടെ എല്ലാ സംഘടനകളും കൈയടിച്ച് പാസാക്കിയതാണ് എന്റെ നിർദ്ദേശങ്ങളെന്ന്. അതൊരു കാരണവശാലും ശരിയല്ല. അത് തെറ്റായ ഒരു രീതിയാണ്. കാരണം
CIT സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല. ഗതാഗത മന്ത്രിയായി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ എല്ലാ സംഘടനകളുടെയും ഒരു മീറ്റിംഗ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചു. 48ഓളം ആളുകൾ പങ്കെടുത്തു. ആ പങ്കെടുത്ത മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞു. ഒരു കാര്യവും അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിച്ചില്ല. ഈ നിർദ്ദേശങ്ങൾ പറഞ്ഞ കൂട്ടത്ത് അദ്ദേഹവും ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ടുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ വന്നപ്പോ അക്രഡേഷൻ ഡ്രൈവിംഗ് സെന്ററുകൾ വേണ്ട എന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു. അത് നടപ്പിലാക്കേണ്ട കേന്ദ്ര നിർദ്ദേശമാണ്. അതിന്റെ പേപ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ട് അവർ തമ്മിൽ തർക്കമായപ്പോ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഒരു മന്ത്രി മോശമായി സംസാരിക്കുന്ന കണ്ടുള്ള ആവേശത്തിൽ കുറെ ഡ്രൈവിംഗ് സ്കൂളുകാർ കൈയടിച്ചാടിരുന്നു. അതിനെയാണ് അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിച്ചത്. ഇപ്പോഴും പറയുന്നത് ഇത് ഇന്നലത്തെ ഇതിൽ പറഞ്ഞതും 2 മാസം മുമ്പ് അദ്ദേഹം മന്ത്രിയായി ചാർജ് എടുത്ത സമയത്തുള്ള ഒരു മീറ്റിംഗിൽ ഈ വിഷയത്തിൽ കൈയടിച്ച കാര്യമാണ് പറയുന്നത്. അല്ലാതെ CIT സംസ്ഥാന സെക്രട്ടറി കരീം സഖാവിനെയൊക്കെ ചർച്ചയ്ക്ക് അദ്ദേഹം വിളിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഇതേപോലെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തിനടുത്ത്, അവരിങ്ങനെ കളവ് പറയുന്നതാണോ, ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ഇളവരം കരീമിനെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്നൊക്കെ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന സർക്കാരിനെതിരെയാണ് CIT സമരം ചെയ്യുന്നത്. CITനെ സംബന്ധിച്ചിടത്തോളം ആ CITനെ ആശ്രയിച്ച് നിൽക്കുന്നവരെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് വലുത്. CIT ഗുരുതരമായ ആരോപണങ്ങൾ ഗതാഗത മന്ത്രിക്കെതിരെ ഉന്നയിക്കുകയാണ്. മന്ത്രിയും CIT തമ്മിൽ നേർക്കുനേർ പോരിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സമരത്തിൽ നിന്ന് CIT പിന്മാറിയിട്ടുമുണ്ട്. ആവശ്യങ്ങൾക്കൊപ്പം തന്നെയാണ് CIT നിൽക്കുന്നതെന്നും ഭാരവാഹികൾ പറയുന്നു. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇതിൽ ഈ കാര്യങ്ങളെല്ലാം, പുതിയ പരിഷ്കാരങ്ങളെല്ലാം CIT കൈയടിച്ച് പാസാക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെയാണല്ലോ ഇന്ന് ഭാരവാഹികൾ എതിർത്ത് പറയുന്നത്. ശരിക്കും മുൻപ് പുറത്തു വന്ന ചില കാര്യങ്ങൾ, ഈ ഗതാഗത കമ്മീഷണറെ, ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അന്ന് മന്ത്രി ശാസിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ CIT തുറന്നു പറയുകയാണല്ലോ, രഹസ്യമാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും. എന്താണ് ഡാൻ ഈ വിഷയത്തിൽ ഇപ്പോൾ CIT മന്ത്രിയും തമ്മിലുള്ള ഉരസലിന് കാരണം? മഞ്ജുഷ, സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് CITന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സമരം ചെയ്തുകൊണ്ട് ഇനി പ്രതിഷേധിക്കാനില്ല, പക്ഷേ ഈ സർക്കുലർ പിൻവലിക്കണമെന്ന കാര്യത്തിൽ CIT ഉൾപ്പെടെ ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലാത്ത സർക്കുലറാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സർക്കുലറിൽ പറയുന്നത് പ്രകാരം സംസ്ഥാനത്ത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. അത് മാവേലിക്കരയിലാണ്. അത് ഗതാഗത മന്ത്രിയുടെ ബന്ധുവിന്റേതാണ് എന്ന് കേട്ടറിവുണ്ട് എന്ന ആരോപണം കൂടി CT അനിൽ, അദ്ദേഹം CITന്റെ ഡ്രൈവിംഗ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം അത്തരം ഒരു ആരോപണമാണ് ഗതാഗത മന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ഗണേഷ് കുമാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും CIT ആരോപിക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനം CITന്റെ ഭാഗത്ത് നിന്ന് ഗതാഗത മന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു. അതായത് ഇടത് സർക്കാരിന്റെ നയം തന്നെ സ്വയം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു നടപടിയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് CIT എടുത്തിരിക്കുന്ന നിലപാട്. മഞ്ജുഷ്, പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇപ്പോഴും സമരത്തിലാണല്ലോ, അതിലെന്തുകൊണ്ട് CIT പങ്കാളിയാകുന്നില്ല, സമരത്തിൽ നിന്ന് പിന്മാറുന്നു? ഒരു പക്ഷേ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടത് സംഘടനയാണ്, തൊഴിലാളി സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോകുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. പക്ഷേ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. സർക്കുലർ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല, അത് പിൻവലിക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറാകണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് വൈകുന്നേരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി ആ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 60 പുനഃസ്ഥാപിക്കണമെന്നാണ് CIT മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. സ്വാഭാവികമായി എല്ലാ യൂണിയനുകളും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ
സർക്കാർ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടത് അനിവാര്യതയായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ശരി ഡാൻ, എന്തായാലും CITU ഗുരുതരമായ ആരോപണങ്ങൾ KB ഗണേഷ് കുമാറിനെതിരെ ഉന്നയിക്കുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരത്തിനൊപ്പമാണ് CITU, പക്ഷേ സമരത്തിൽ നേരിട്ട് പങ്കാളികളാകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. സമരത്തിൽ നിന്ന് പിന്മാറി, പക്ഷേ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് CITU. മറ്റൊരു വാർത്തയിലേക്ക്. LDF-ൽ ചില ലയന നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ചെറിയ പാർട്ടികൾ ലയിച്ച് ഒറ്റ പാർട്ടിയാകണമെന്ന് നേരത്തെ CPM നിർദ്ദേശം നൽകിയതാണ്. ഇതിന്റെ ചുവട് പിടിച്ചുള്ള ലയന നീക്ക ചർച്ചകളാണ് ഇപ്പോൾ LDF-ൽ നടക്കുന്നത്. JDS, NCP, RSP, ലെനിനിസ്റ്റ്, കേരള കോൺഗ്രസ് B എന്നീ പാർട്ടികളാണ് ഇത്തരമൊരു ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ JDS ദേശീയ ഘടകവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ JDS-ന്റെ സംസ്ഥാന യൂണിറ്റും തീരുമാനിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള ചർച്ചകളും തുടരുന്നുണ്ട്. VV അരുൺ ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകും. ദേശീയ നേതൃത്വം BJP-ക്കൊപ്പം NDA-ക്കൊപ്പം ചേർന്നത് മുതൽ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ജനതാദൾ S നേരിടുന്നത്. ദേശീയതലത്തിൽ BJP-ക്കൊപ്പവും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ ഭാഗവുമെന്ന വിമർശനം അവർ നേരിടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ മുതൽ പല വഴികൾ, പുതിയ പാർട്ടി രൂപീകരണവും ദേശീയ പാർട്ടികൾ ലയനവും അടക്കം പല വഴികൾ ആലോചിച്ചാണ്. പക്ഷെ അപ്പോഴൊന്നും വിജയത്തിലെത്താൻ JDS സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട ലൈംഗിക ആരോപണ വിവാദം കൂടിയായതോടുകൂടി ഏത് വിധേനയും ഒരു പുതിയ പാർട്ടിയിലേക്ക് മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജനതാദൾ എസ് നേതൃത്വം നടത്തുന്നത്. ഒരു സംസ്ഥാന പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറാനുമുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് 8-ാം തീയതി നിർണായകമായ ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. അപ്പോഴും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ഭീഷണി അടക്കം അവർ നേരിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു പുതിയ പാർട്ടി രൂപീകരിക്കണം. ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാനാണ് ശ്രമം. BJP-ക്കൊപ്പം നിൽക്കുന്ന ഇടതുമുന്നണിയിലെ പാർട്ടി എങ്ങനെയാണ് ഇവിടെ തുടരുന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളെ CPM നേതൃത്വവും ഇതിനൊരു കൃത്യമായ ഒരു വഴി കണ്ടെത്തണമെന്ന നിർദ്ദേശം JDS നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് അവർ പുതിയ സംസ്ഥാന പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. 8-ാം തീയതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കും. മറ്റു ചില വഴികളും JDS സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അത് ഈ സംസ്ഥാനത്തെ ഇടതുമുന്നണിയിൽ തുടരുന്ന ചെറുകിട പാർട്ടികൾ, ചെറിയ പാർട്ടികൾ, ആൾബലവും അംഗബലവും കുറവായ പാർട്ടികളുടെ ഒരു ഐക്യരൂപമാണ്. അങ്ങനെ ഒരു പാർട്ടിയായി ഒറ്റ പാർട്ടിയായി മാറിയാൽ മുന്നണിയിൽ കുറച്ചുകൂടി ശക്തിയുള്ള പാർട്ടിയായി മാറാൻ കഴിയും. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി മുന്നണിയിൽ സംസാരിക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും അവർക്ക് ഒരു വിലപേശ ശക്തിയായി മാറാൻ കഴിയുന്ന പ്രതീക്ഷയാണ് JDS-ന്റെയും NCP-യുടെയും നേതൃത്വത്തിലുള്ളത്. NCP-യും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ JDS നേരിടുന്ന പ്രതിസന്ധി, അതായത് NCP ദേശീയതലത്തിൽ BJP-ക്കൊപ്പം NDA-ക്കൊപ്പം പോകുന്ന തരത്തിലുള്ള സൂചനകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരും ഒരു പുതിയ പാർട്ടിയിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടു പാർട്ടികളും ചേർന്ന് ഒരു പുതിയ പാർട്ടി, അതിനൊപ്പം കേരള കോൺഗ്രസ് B, RSP, കോവൂർ കുഞ്ഞുമോന്റെ RSP, ലെനിനിസ്റ്റ് തുടങ്ങിയ പാർട്ടികളെ കൂടി ഇത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മുന്നണി ഇടപെടി നിൽക്കാൻ കഴിയുന്ന ഒരു പുതിയ പാർട്ടി എന്ന സ്വപ്നവും ഈ കക്ഷികൾ കാണുന്നുണ്ട്. അതിന്റെ പ്രാരംഭ ചർച്ചകൾ NCP-യുടെയും ജനതാദൾ എസിന്റെയും സംസ്ഥാന നേതാക്കൾ തമ്മിൽ നടത്തിക്കഴിഞ്ഞു. മറ്റു പാർട്ടികളുടെ നേതാക്കളുമായി വൈകാതെ ഈ കാര്യങ്ങൾ ചർച്ച നടത്തും. അങ്ങനെ ഒറ്റ പാർട്ടിയായി നിന്ന് മുന്നിൽ നിൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ JDS ആലോചിക്കുന്നതിന് മുന്നോടിയായി പുതിയ പാർട്ടി രൂപീകരണ ചർച്ചകളും അവരുടെ അജണ്ടയിലുണ്ട്. ബുധനാഴ്ച 8-ാം തീയതി യോഗത്തിൽ അത്തരം ചർച്ചകൾ തന്നെയാകും പ്രധാനമായും നടക്കാൻ പോകുന്നത്. ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമോ എന്നുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. BJP-യുടെ സംസ്ഥാന നേതാക്കൾ കഴിഞ്ഞ ദിവസം രാജേന്ദ്രനെ സന്ദർശിച്ചിരുന്നു. BJP-യിലേക്ക് ചേരാനുള്ള ക്ഷണമാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ പതിവ് മറുപടിയാണ് താൻ നൽകിയത് എന്നാണ് S രാജേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ CPM-നെതിരെ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് S രാജേന്ദ്രൻ. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുന്നു എന്നുള്ളതാണ് രാജേന്ദ്രന്റെ പ്രധാനപ്പെട്ട പരാതി. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് തനിക്കെതിരായുള്ള ആക്രമണങ്ങൾ നടക്കുന്നതെന്നും രാജേന്ദ്രൻ ആരോപിക്കുന്നു. രാജേന്ദ്രന്റെ വാക്കുകളിലേക്ക്. അവര് ആക്ച്വലി എന്നെ കാണാൻ വന്നതല്ല. ഇവിടെ കുറന്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏപ്രിൽ 18-ന് ഒരു അടി നടന്നു. അത് 3 പാർട്ടിക്കകത്ത് ആളുകളുണ്ട്. പൊതുവിൽ എന്നെ അനുകൂലിക്കുന്നവരാണ്. അപ്പോൾ അതിനെന്തോ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കാര്യമൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ നേരത്തെ അവരെ LDF-ന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അവർ ആ സ്റ്റാൻഡിലാണ്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നുള്ള നിലയിലെയാണ് ആ പ്രശ്നങ്ങൾ അന്ന് തുടക്കം കുറിക്കുകയും കൊട്ടേഷൻ സംഘം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വീട് കയറി 12 മുറിയുള്ള ലൈൻസിൽ മണികണ്ഠൻ്റെ വീട് കയറി. മതേശ്വരി എന്ന് പറയുന്ന കുട്ടി 17 വയസ്സായുള്ളൂ. 4-ാം ക്ലാസ്സിലൊന്ന് കൈ പൊട്ടിയതാണ്. ആ അടി കൊണ്ടപ്പോൾ അതും കൂടി മുറിവോ ചതവോ ഒടിവോ എന്താണെങ്കിലും പ്ലാസ്റ്റർ ഉണ്ട്. അതിനെ കാര്യമായി പോലീസ് കേസ് എടുത്തില്ല. തല്ലാൻ വന്ന ആളുകൾക്ക് ജാമ്യം, തല്ലാൻ വന്നവരെ പിടിച്ചവർക്ക് നോൺ പെയിലബിൾ, വീട്ടിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് ഞാൻ അറിയുന്ന 28-നാണ്.
അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതും അവിടെ രമേശ് എന്ന് പറയുന്ന BJP-കാരുമായി എന്നോട് വന്ന് 28-ാം തീയതി കണ്ടു എന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ DSP-യോടൊക്കെ അന്വേഷിച്ചു. വേണ്ട നിലയിൽ അവർ അന്വേഷണം കേസും എടുത്തില്ലെന്ന് എനിക്കും ബോധ്യപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്കാണ് അവർ രമേശ് എന്ന് പറയുന്ന അവിടുത്തെ BJP-യുടെ ഒരു നേതാവുണ്ട്, അവനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഹരി അവിടെ മേഖലാ പ്രസിഡന്റ് കണ്ടാണ്, പിന്നെ അജയൻ BJP-യുടെ ജില്ലാ പ്രസിഡന്റ്, ശ്യാമല എന്ന് പറയുന്ന ടീച്ചറോ ആരാണെന്നില്ല, എന്തായാലും വനിതാ കമ്മീഷൻ്റെ മുൻ അംഗമാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ശ്രീവിദ്യ അഡ്വക്കേറ്റ്, പിന്നെ ഒരു ജയപാൽ BJP-യുടെ പ്രവർത്തകൻ, ഇവിടെ പിന്നെ രമേശ്, അങ്ങനെയുള്ള ആളുകളെല്ലാമാണ് എന്നെ വന്ന് കണ്ടത്. ആ വീട്ടിൽ പോയിട്ട് ആ വീട് പോയി കാണാനും കുട്ടിയെ കാണാനും പരാതി കേൾക്കാനുമാണ് അവർ പോയത്. എന്നാൽ അത് പുറത്ത് വന്നില്ല. എന്നെ കണ്ട കാര്യം വലിയ കാര്യമായിട്ട് വന്നു. അവർ വന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം ഇന്നയാളിനെ കണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വിവരം കിട്ടുമെന്ന് പറഞ്ഞാണ് എന്നെ കാണാൻ വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പൊളിറ്റീഷ്യൻസ് അല്ലേ, പിന്നെ അവരുടെ ജോലി അത് അന്വേഷിക്കും. ചോദിച്ചു വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ നേരത്തെയുള്ള മറുപടി തന്നെ അവരോടും പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടതിൽ പ്രത്യേകം വേറെ ഒന്നുമില്ല. ആ വണ്ടിക്കാട്ടിലെ അടി അതുകൂട്ട് ഒരു 2-3 സ്ഥലത്തെങ്കിലും ഇപ്പോൾ അടി നടന്നിട്ടുണ്ട് നേരത്തെ തന്നെ. അങ്ങനെ പോകുന്നു. BJP നേതാക്കൾ വന്ന് കണ്ടതിൽ അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ CPM തനിക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു, തന്നോടൊപ്പമുള്ളവരെയും അടിച്ചൊതുക്കുന്നു എന്ന ഗുരുതരമായ കാര്യമാണ് എസ് രാജേന്ദ്രൻ, മുൻ MLA, ദേവികുളം മുൻ MLA പറയുന്നത്. അതേസമയം BJP-യിലേക്ക് രാജേന്ദ്രൻ പോകുമോ എന്നുള്ള സംശയമുണ്ട്. ഇതേക്കുറിച്ചുള്ള CPM-ന്റെ ഔദ്യോഗികമായ ജില്ലാ ഘടകത്തിന്റെ ഔദ്യോഗികമായ വിശദീകരണം ഇങ്ങനെയാണ്: എസ് രാജേന്ദ്രൻ CPM-നെയും CPM എസ് രാജേന്ദ്രനെയും തള്ളിക്കളഞ്ഞിട്ടില്ല ഇതുവരെ. ഇതാണ് CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം. CV വർഗീസ് CPM ജില്ലാ സെക്രട്ടറി ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങൾ പ്രിൻസ് ജെയിംസ് നൽകും മൂന്നാറിൽ നിന്ന്. പ്രിൻസ്, ഇതിപ്പോൾ മൂന്നാറിൽ രാജേന്ദ്രനെതിരെ കൊട്ടേഷൻ സംഘങ്ങളെ പോലും നിയോഗിക്കുന്നുണ്ട് CPM എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്. BJP രാജേന്ദ്രന്റെ കൂടെയുള്ളവർക്കും സംരക്ഷണം നൽകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടോ ഇപ്പോൾ ദേവികുളത്തും മൂന്നാറിലുമൊക്കെ? അങ്ങനെയാണെങ്കിൽ ഈ രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമോ എന്നുള്ള ചർച്ചകൾ ഇപ്പോഴും അവിടെ സജീവമാണല്ലോ. മഞ്ജുഷ, തീർച്ചയായും BJP-യുമായുള്ള കഴിഞ്ഞ ദിവസം നടത്തുന്ന ചർച്ച സൗഹൃദ സംഭാഷണം എന്നൊക്കെ പറയുന്നെങ്കിലും പോലും തന്നെ ക്ഷണിച്ചു എന്നത് ഇത്തവണ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഞാൻ സ്ഥിരം പതിവ് മറുപടിയാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ CPM-ന്റെ പ്രാദേശിക ഘടകത്തിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും തന്നെ അനുകൂലിക്കുന്നവരെ എതിർക്കുന്ന ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികൾ തുടർന്നാൽ മറിച്ച് ചിന്തിക്കേണ്ടി വരും എന്നത് ഒരു സൂചന കൂടിയാണ് രാജേന്ദ്രൻ തരുന്നത്. പ്രത്യേകിച്ചും തോട്ടം മേഖലയിലെ സാധാരണക്കാരായ ഈ രാജേന്ദ്രനെ അനുകൂലിക്കുന്നവർക്കെതിരെ ഇത്തരത്തിലുള്ള ഗുണ്ടാക്രമണം പോലുള്ള നടപടികൾ വീണ്ടും ഉണ്ടായാൽ ഇത്തരത്തിൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും എന്ന് രാജേന്ദ്രൻ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ഇടയ്ക്ക് രാജേന്ദ്രനെതിരെ അന്വേഷണ കമ്മീഷനെ വെക്കുകയും തുടർന്നുള്ള അന്വേഷണം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ തെളിവ് നൽകിയവർ പലപ്പോഴും മൂന്നാറിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ വ്യക്തിക്ക് വേണ്ടി അനുകൂലമായി തെറ്റായ വിവരങ്ങൾ നൽകുകയാണെന്നൊക്കെ രാജേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. അത് കൃത്യമാണ്, തെറ്റാണ് തെളിഞ്ഞിട്ട് പോലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അനുപാതികമായ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നും രാജേന്ദ്രൻ ആരോപിക്കുന്നു. കൃത്യമായി ഇവരെ ഈ വ്യക്തിയെ നിലനിർത്തുന്നതിനായി രക്ഷപ്പെടുത്തുന്നതിനായുള്ള നടപടികളാണ് CPM സ്വീകരിക്കുന്നതെന്ന് രാജേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായുള്ള ഇത്തരം ആരോപണങ്ങൾ മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. പ്രാദേശികവുമായ പ്രശ്നങ്ങളുണ്ട്, തന്നെ ഇവിടുന്ന് CPM-ലെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ CPM നേതൃത്വം വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. തന്റെ കാര്യങ്ങൾക്ക് അനുകൂലമായ നടപടികൾ താൻ വിശദീകരിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതേ നിലപാടിലാണ് CPM. കൃത്യമായ താൻ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നും കൃത്യത വരുത്തിയിട്ടില്ല എന്ന് അതേസമയത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി എന്താണ് പറഞ്ഞത്? CV വർഗീസ് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി?
മഞ്ജുഷ് സി പി എം ജില്ലാ സെക്രട്ടറി സി വർഗീസ് വ്യക്തമാക്കുന്നത് രാജേന്ദ്രൻ നിലവിൽ പാർട്ടിക്കെതിരെ നിലപാടുകൾ എടുത്തിട്ടില്ല, പാർട്ടി രാജേന്ദ്രനെതിരെ നിലപാടുകൾ എടുത്തില്ല എന്നുള്ള ഒരു സാധാരണ മറുപടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായ ഒരു മറുപടി വന്നിട്ടില്ല, CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. രാജേന്ദ്രനും ഇത്തരത്തിൽ വ്യക്തതയോടെ ഒരു മറുപടി നൽകാത്തത് തന്നെയാണ് ഇത്തരത്തിൽ CPM പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായ ഒരു മറുപടി ഉണ്ടാകാത്തതിന് ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും CPM വിട്ടുപോകുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കരുതുന്നു. ഒപ്പം BJP നേതൃത്വമായി ഇപ്പോൾ നടത്തിയ ചർച്ചയിൽ പോലും ഒരു അനുകൂല നിലപാടാണ്, പൂർണ്ണമായും അവരെ തള്ളിക്കളയാത്ത നിലപാടാണ് ഇപ്പോൾ നിലവിൽ രാജേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത്. മഞ്ജുഷ്. ശരി പ്രിൻസ്, കഴിഞ്ഞ ദിവസമാണ് ദേവികുളം MLA എസ് രാജേന്ദ്രനെ BJP-യുടെ നേതാക്കൾ സന്ദർശിച്ചത്. ഇതോടുകൂടി BJP-യിൽ രാജേന്ദ്രൻ പോകുമോ എന്നുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് CPM-നെതിരെ പ്രാദേശിക ഘടകത്തിനെതിരെ കൂടുതൽ പ്രതികരണവുമായി രാജേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് 18-നുമായി രാജേന്ദ്രൻ സംസാരിച്ചു. വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തുണ്ടായ ഈ വർഗീയപരമായ പരാമർശങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. കേരളത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന സംഘമായി CPM മാറിയെന്ന് KM ഷാജി പറയുന്നു. ഉത്തരേന്ത്യയിൽ BJP ചെയ്യുന്ന ജോലി കേരളത്തിൽ CPM ഏറ്റെടുത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടെന്നും KM ഷാജി പറഞ്ഞു. ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് മാത്രമേ ഇടപെടുള്ളൂ, വേറെ ആളെ അങ്ങനെ സംഭവിക്കില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിനെ മാറ്റണോ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരാവണോ, അതിനൊരു കൗൺസിൽ ഉണ്ട്, അത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നതാണ്, അത് പാർട്ടി പ്രവർത്തകരാണ് തീരുമാനിക്കുന്നത്. പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാം, അത് അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കുള്ളൂ, കാര്യമായിട്ട് നിർക്കില്ല. അല്ല, CPM-ന് അവരുടെ ഉപദേശം എടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ അവരുടെ അനുഭവം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് അവർ വിളിച്ച പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ചോദിക്കുക, സിറാത്തിന്റെ പാലാണോ അതല്ല സിറാത്ത് പാലാണോ, കാഫർ എന്ന് പറയുന്നതിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്, അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവരോടൊക്കെ ചോദിക്കാം. കാരണം ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ല. KPCC പ്രസിഡന്റായി തിരിച്ചുവരവ് സുധാകരൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തുടരുമ്പോൾ ഈ വിഷയത്തിൽ K മുരളീധരന്റെ പ്രതികരണം. ഇത്തരമൊരു വിവാദത്തിന്റെ ആവശ്യം ഇപ്പോഴില്ലെന്ന് K മുരളീധരൻ. വോട്ടെണ്ണൽ കഴിഞ്ഞാൽ സ്വാഭാവികമായും ചാർജ് തിരികെ നൽകും എന്നുള്ളത് സാധാരണമാണ്. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം കേരളത്തിൽ എല്ലായിടത്തുമുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് ചാർജ് കൊടുത്തതിന് ശേഷം ഇപ്പം അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരിക്കുക. ആ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൗണ്ടിങ് ആവും. കൗണ്ടിങ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. ഇവിടെ എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. പത്മജ വേണുഗോപാലിന്റെ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് K മുരളീധരൻ. കോൺഗ്രസിന്റെ കാര്യത്തിൽ പത്മജ ഇടപെടേണ്ട കാര്യവുമില്ല, കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാമെന്നും K മുരളീധരൻ മറുപടി നൽകി. അത് ആ ചാപ്റ്റർ കഴിഞ്ഞു, അവരുടെ കാര്യമേ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല, അത് തീർന്നു പരിപാടി. താങ്കൾക്കും അതേ നേതാക്കളുടെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അത് പറയാത്തതാണെന്നാണ് അവർ പറയുന്നത്. അത് ഞങ്ങൾ പാർട്ടിക്കകത്ത് പറഞ്ഞോളാം, ഞങ്ങളുടെ കാര്യത്തിൽ ഇനി അവർ ഇടപെടേണ്ട കാര്യമില്ല, ഇനി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കണം. ശരിക്കും അങ്ങനെ തൃശ്ശൂർ മാത്രം വലിയൊരു പ്രശ്നമുണ്ടോ? തൃശ്ശൂർ മാത്രമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. തൃശ്ശൂരിൽ UDF-ന് പരാജയഭേദിയില്ല എന്നും K മുരളീധരൻ ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ ക്രോസ് വോട്ടിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 10 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 92 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത് നടക്കുക. ഗുജറാത്തിലെ 25 മണ്ഡലങ്ങളും ഇതിൽ ഉൾപ്പെടും. കർണാടകത്തിലെ ബാക്കി 14-ഉം മഹാരാഷ്ട്രയിലെ 11-ഉം ഉത്തർപ്രദേശിലെ 10 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നാളെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിൽ പ്രചാരണത്തിലെത്തും. മധ്യപ്രദേശിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കൂടുതൽ വിവരങ്ങൾ ER രാഗേഷ് നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, 3ാം ഘട്ടം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 ഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രചാരണ വിഷയങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. അത് പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പായി ഇനി 3ാം ഘട്ടം മാറുകയാണ്. ഏതെല്ലാം പ്രധാന സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട് നാളത്തെ വോട്ടെടുപ്പിൽ? മഞ്ജുഷ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഷെഡ്യൂൾ പ്രകാരം 94 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. ഇതിൽ ഗുജറാത്തിലെ സൂറത്തിൽ BJP എതിരില്ലാതെ വിജയിച്ചു. ഒപ്പം തന്നെ ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ചു. ഇതേ തുടർന്നാണ് 92 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് 3ാം ഘട്ടം. കാരണം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 92-ൽ 77 സീറ്റും വിജയിച്ചത് BJP ആയിരുന്നു. അങ്ങനെ വലിയൊരു മികച്ച പ്രകടനം BJP കഴിഞ്ഞ തവണ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു.
അപ്പോൾ ഇത്തവണ മറ്റു പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഗുജറാത്തിൽ ഈ 25 മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ രാജ്പുത് വിഭാഗത്തിന്റെ വലിയ രീതിയിലുള്ള എതിർപ്പ് അവിടെ BJP നേരിടുന്നുണ്ട്. ഒപ്പം കർണാടകത്തിലെ 14 സീറ്റുകളിലും കഴിഞ്ഞ തവണ BJP വിജയിച്ചതാണ്. കർണാടകത്തിൽ വരുമ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോ അടക്കമുള്ള വിഷയങ്ങൾ, അശ്ലീല വീഡിയോ വിവാദമടക്കം പ്രചാരണത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രകടനം BJP എങ്ങനെ കാഴ്ചവെക്കും ഇത്തവണത്തെ ആശ്രയിച്ചായിരിക്കും BJPയുടെ സീറ്റുകളുടെ എണ്ണം പോലും നിർണ്ണയിക്കപ്പെടുക. ഏതായാലും ഇന്ത്യ മുന്നണിയും BJPയെ പോലെ തന്നെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് UPയിൽ ഇത്തവണ കോൺഗ്രസുമായുള്ള സഖ്യം അത് ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നടക്കമുള്ള നിർണായക വിഷയമാണ്. കാരണം UPയിലെ 10 സീറ്റുകളിൽ പ്രധാനമായും യാദവ് ഭൂരിപക്ഷ മേഖലയിലാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിംപിൾ യാദവ് അടക്കമുള്ളവർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ഗുജറാത്തിൽ അമിത്ഷാ ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശിലെ 8 സീറ്റുകൾ അതും BJP കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും BJPയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രകടനം. ഏതായാലും പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആദ്യഘട്ടങ്ങളിൽ മോദി ഗ്യാരണ്ടി അടക്കമുള്ള വിഷയങ്ങളാണ് പ്രചാരണം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഈ പ്രചാരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രചാരണത്തിന്റെ ശൈലി തന്നെ മാറിയിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് സംവരണം അനർഹമായി നൽകുന്നു, OBC വിഭാഗത്തിന് സംവരണം അടക്കം നൽകുന്നു എന്ന പ്രചാരണ യോഗങ്ങൾ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും പ്രചാരണത്തിൽ ശക്തമായി പ്രചാരണ രംഗത്തുണ്ടാകുന്നത് കണ്ടു. ഏതായാലും നാളെ 92 മണ്ഡലങ്ങൾ വിധി എഴുതുമ്പോൾ പോളിംഗ് എത്ര ശതമാനം പോളിംഗ് എന്നതും നിർണായകമാണ്. കാരണം കഴിഞ്ഞ ആദ്യ 2 ഘട്ടങ്ങളിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ശരി രാകേഷ്, കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും പൊതുവെ പോളിംഗ് കുറവായിരുന്നു. ഇത് ഒരു മത്സരത്തിന്റെ ഒരു ആവേശമില്ല, അങ്ങനെ ഒരു മത്സരം ഇല്ല എന്നുള്ള പ്രതീതി കാരണമാണെന്ന് അമിത്ഷാ പറയുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യ സഖ്യത്തിനും പ്രധാനപ്പെട്ടതാണ് മൂന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. കശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച വ്യോമസേനാ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിച്ചു. പരുക്കേറ്റ 4 ഉദ്യോഗസ്ഥർ ചികിത്സയിൽ തുടരുകയാണ്. ഒരാളുടെ നില ഗുരുതരമാണ്. അതേസമയം ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. സംഭവത്തിൽ 6 പ്രദേശവാസികൾ കസ്റ്റഡിയിലാണ്. ഭീകരർക്ക് ഇവർ സഹായം നൽകിയതായാണ് വിവരം. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ആക്രമണം നടന്ന മേഖലകൾ ഉൾപ്പെടുന്ന അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിൽ ഈ മാസം 25-നാണ് വോട്ടെടുപ്പ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചിയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ EDയുടെ റെയ്ഡ് നടക്കുകയാണ്. കോൺഗ്രസ് നേതാവും ഗ്രാമവികസന മന്ത്രിയുമായ അലംഗീർ ആലത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹായിയുടെ വീട്ടിൽ നിന്ന് 20 കോടിയിലധികം രൂപ പിടിച്ചെടുത്തു. മുറിയിൽ നോട്ടുകെട്ടുകൾ കൂട്ടിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് ആലംഗീർ ആലത്തിന്റെ പ്രതികരണം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ചീഫ് എഞ്ചിനീയർ വീരേന്ദ്ര കെ റാമുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ICSE 10ാം ക്ലാസ്സിലെയും ISE 12ാം ക്ലാസ്സിലെയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 99.47%, 12ാം ക്ലാസ്സിൽ 98.19% വിജയം. 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 99,901 കുട്ടികളിൽ 90,888 പേർ പാസ്സായി. 10ാം ക്ലാസ്സിൽ 2,43,617 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,42,328 പേരും പാസ്സായി. കേരളത്തിൽ 10ാം ക്ലാസ്സിൽ 99.99% വിദ്യാർത്ഥികളും 12ാം ക്ലാസ്സിൽ 99.93% വിദ്യാർത്ഥികളും ജയിച്ചു. കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ഇറാനിയൻ ബോട്ടിൽ NCBയും കസ്റ്റംസും പരിശോധന നടത്തി. കൊയിലാണ്ടി പുറംകടലിൽ കേരള തീരത്ത് വെച്ചായിരുന്നു കോസ്റ്റ് ഗാർഡ് ബോട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെയാണ് ബോട്ട് കെട്ടിവലിച്ച് കൊച്ചിയിലെത്തിച്ചത്. ബോട്ടിലുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളെയും ചോദ്യം ചെയ്യുകയാണ്. ബോട്ടിൽ കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയതാണെന്നും ശമ്പളം കിട്ടാത്തതിനാൽ ഇറാനിൽ നിന്ന് എത്തിയതുമാണെന്നാണ് കസ്റ്റഡിയിലുള്ള മത്സ്യത്തൊഴിലാളികൾ നൽകിയ മൊഴി. സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ് തുടരുകയാണ്. കേരള തീരത്ത്, തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ടാണ് ഇന്ന്. വൈകിട്ട് 3:30 വരെ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ കടലാക്രമണം ഉണ്ടായിരുന്നു. ആലപ്പുഴയുടെ തെക്കൻ മേഖലയായ തൃക്കുന്നപ്പുഴ, പല്ലന തുടങ്ങിയ തീരദേശ പാതകളിൽ മണൽ കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലും ആണ്.
കള്ളക്കടൽ പ്രതിഭാസം ആലപ്പുഴയുടെ തെക്കൻ തീരങ്ങൾ പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള മേഖലകൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കടൽ കയറുന്നത് അത് ആളുകളുടെ ഉപജീവന മാർഗത്തെ അടക്കം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ തീരം വലിയ വറുതിയിലാണ്. അതിനപ്പുറം തന്നെ പലയിടങ്ങളിലും വലിയ തോതിൽ ആഞ്ഞ് ശക്തമായ രീതിയിൽ കടൽ വീശിയില്ലെങ്കിൽ പോലും കടൽ കയറ്റം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പലയിടങ്ങളിലും അത്തരത്തിൽ കേടുപാടുകൾ കെട്ടിടങ്ങൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം കുറച്ച് തീരദേശവാസികളുണ്ട്. ഇവരെ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ 9-ാം വാർഡ് 9-10 വാർഡുകളിലൊക്കെയുള്ള ആളുകളാണ്. വലിയ പ്രതിസന്ധിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. ഞങ്ങൾ ആകെ എല്ലാം ടെൻഷനിലായിരുന്നു. നിങ്ങളുടേതാണല്ലേ ഈ പീലിംഗ് ഷെഡ്? നമ്മുടെയാണ് പീലിംഗ് ഷെഡ്. കാരണം 10-25 തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അതിന് മുമ്പത്തെ ദിവസം വരെയും ശനിയാഴ്ച വരെയും ഇവിടെ പണിയുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ അവധി. അല്ലെങ്കിൽ ഞങ്ങൾ ഞായറാഴ്ച ആയിരുന്നു പണിയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും പിള്ളേരും എല്ലാം ഇതാവപ്പെട്ടു. അകത്ത് കയറി മൊത്തം അടിച്ചെല്ലാം പോകും. കഴിഞ്ഞ പ്രാവശ്യം ശരിയാക്കിയതാണല്ലേ? ശരിയാക്കിയതേ ഉള്ളൂ. ഈ കടലിന് ഇത് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ ഈ കടൽക്ഷോഭ. അങ്ങനെ വന്ന് എല്ലാം പോയി ഞങ്ങൾ ശരിയാക്കി പണി തുടങ്ങിയതേ ഉള്ളായിരുന്നു. തുടങ്ങിയപ്പോഴാ വീണ്ടും ഇത് 1-2 ദിവസം പണിയെടുക്കാൻ പണി ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഈ ഭാഗത്തേക്ക് കടൽ ഭിത്തി ശക്തമാക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും ഇവിടുത്തെ ഭരണാധികാരികളൊന്നും നമ്മൾ അപേക്ഷകളും കാര്യങ്ങളും കൊടുത്തു. പക്ഷെ ഇതുവരെക്കും ഒന്നും അവർ നടപടി എടുക്കുന്നില്ല. നമ്മൾ വേറെ വീടുകളൊക്കെ ഈ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടോ? ഈ കടലങ്ങ് ഒഴുകി അങ്ങ് വരുവാ. ഞങ്ങളുടെ കിഴക്ക് വരെ അങ്ങ് ഒഴുകി വരുവാ. അതൊക്കെ കൂടെ ചെളിയും അഴുക്കുമായിട്ട് അങ്ങ് വന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. ഇന്നിപ്പോ അത്ര പ്രശ്നം ഇന്ന് കുഴപ്പമില്ല. ഇന്നലെ സന്ധ്യ വരെയും കടൽ കയറ്റാ വന്നിരുന്നു. അതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറയുന്നത് തീരദേശ റോഡ് കൂടി ചേർന്ന് വരുന്ന പ്രധാന പാത കൂടിയാണ് തീരദേശത്തെ. ആ ഇടത്താണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. പലയിടത്തും മണ്ണ് കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നമുക്ക് പിന്നിൽ സംസാരിച്ച ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. അത്തരത്തിൽ ഗുരുതരമായ സാഹചര്യം പലയിടത്തുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കടൽക്ഷോഭത്തിൽ നിർമ്മാണ പ്രക്രിയ നടത്തിയ ഒരു പീലിംഗ് ഷെഡാണ് പിന്നീട് ഇപ്പോൾ തകർന്നു വീഴുന്ന തകർച്ചയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ അകത്ത് കയറി കണ്ടു. നിർമ്മാണം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി തീരദേശ മേഖലകൾ പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള മേഖലകളുണ്ട്. ആളുകൾ ആവശ്യപ്പെടുന്ന ടെട്രപ്പോഡുകൾ ഉപയോഗിച്ചുള്ള ശക്തമായ കടൽഭിത്തി നിർമ്മാണം വേണമെന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു നിർമ്മാണം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത്തരം മറ്റിടങ്ങളിൽ ആ നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇതൊരു ഇടഭാഗമായി വരികയും ചെയ്യുന്നതോടുകൂടി അവിടേക്ക് കൂടുതലായി കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആലപ്പുഴയിൽ മറ്റു തീരപ്രദേശങ്ങളിൽ അത്ര പ്രതിസന്ധി ഇല്ലെങ്കിലും തൃക്കുന്നപ്പുഴയും പല്ലനയും അടക്കമുള്ള ഈ തീരദേശ പാത അടക്കം പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ ഇത്തരത്തിൽ കടൽക്ഷോഭം മൂലം ഗതാഗതം തടസ്സപ്പെടുന്നതും ഒപ്പം തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഇന്നലെയായിരുന്നു അത് രൂക്ഷമായി ഉണ്ടായത്. ഇന്ന് അത്ര പ്രതിസന്ധിയില്ല. പക്ഷേ എങ്കിൽ പോലും റോഡുകൾ മണ്ണ് വീണ് അടഞ്ഞിരിക്കുന്നത് ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് ചൂടിന് കുറവുണ്ടായിട്ടില്ല. താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇന്ന്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉണ്ടാവും. അതേസമയം നാളെ മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഒറ്റപ്പെട്ട മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590, പവന് 52,720. 18 ക്യാരറ്റ് ഗ്രാമിന് 5500, പവന് 44,000. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്.